ഹലോ, ഇന്ന് നമുക്ക് ഈ കരിമീൻ ഒന്ന് പൊള്ളിച്ചെടുത്താലോ. വേഗം പൊള്ളിച്ചെടുക്കാം കേട്ടോ, അധികം ടൈമൊന്നും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട, പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫ്രഷ് കരിമീനായിരുന്നു കേട്ടോ. കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, ഇഞ്ചി, ഉപ്പ്, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിന് പുറമെ കുറച്ച് തൈര്. നിങ്ങൾക്ക് സുറുക്കാണെങ്കിൽ സുറുക്ക ചേർക്കാം, അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മസാല മീനിൽ തേച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് മസാല ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇതെല്ലാം തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, അതുപോലെ തന്നെ കുറച്ച് സവാള അരിഞ്ഞത്, ഉപ്പ്, നമ്മൾ നേരത്തെ അരക്കുന്ന സമയത്ത് മാറ്റി വെച്ചില്ലേ ആ മസാല, അതുകൂടി ഇതിൽ കൂടെ ചേർക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മീനൊന്ന് ഹാഫ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി മസാല റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൈ ചെയ്ത മീൻ നമുക്ക് മസാല വെച്ച് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ നന്നായിട്ട് അടിയിൽ കുറച്ച് മസാല ഇട്ട് അതിൻ്റെ മേലെ നമ്മൾ മീൻ വെച്ച്, പിന്നെ അതിന് മേലെ നമ്മൾ കുറച്ചും കൂടി ഈ മസാല ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഏത് മീനും നമുക്കിതുപോലെ പൊള്ളിച്ചെടുക്കാം കേട്ടോ. കരിമീൻ മാത്രമൊന്നുമല്ല, പക്ഷേ കരിമീനാണ് സാധാരണ നമ്മളെല്ലാവരും പൊള്ളിച്ചെടുക്കാറ്. പിന്നെ നമ്മൾ 2 കഷ്ണം തക്കാളി ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടിത് പൊതിഞ്ഞെടുക്കാം. പൊതിയുന്ന സമയത്ത് ഇല വാട്ടിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ അതിലത്തെ മസാലയൊക്കെ ചട്ടിയിൽ പോവും, അപ്പോൾ അതിൻ്റെ ടേസ്റ്റും പോവും. നന്നായിട്ടിത് കെട്ടി വാഴനാര് കൊണ്ട് തന്നെ കെട്ടിയിട്ട് റെഡിയാക്കാം. ഇനി നമുക്കിത് തവയിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ പത്തിരി ചുട്ടെടുക്കുന്ന വലിയൊരു തവയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാം ഒരുമിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാ മീനും നമ്മൾ പൊതിഞ്ഞ് ഇതിൽ പൊള്ളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് കരിയിച്ചെടുക്കരുത്. കുറച്ച് സമയം നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് 2 ഭാഗം തിരിച്ചും മറിച്ചും കുറച്ച് സമയം വെച്ചതിന് ശേഷം ഇതുപോലെ കിട്ടും. അപ്പോൾ നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ കരിമീൻ പൊള്ളിച്ചതെന്ന്. നല്ല കാണുമ്പോൾ തന്നെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കരിമീൻ പൊള്ളിച്ച റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്